ഓന്റെ വിശ്വാസം ശരിയല്ല. ഖുർആൻ പറയാൻ, വിശുദ്ധ ഖുർആൻ പറയാൻ. അതായത് ക്രിസ്ത്യാനി ജൂതനോട് പറയണത് നിന്റെ വിശ്വാസം ശരിയല്ല. ജൂതൻ പറയണത് ക്രിസ്ത്യാനിയുടെ വിശ്വാസം ശരിയല്ല. മാത്രമല്ല അവർ ഇത്രയും കൂടെ പറഞ്ഞു, ജൂതന്മാര് പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന്റെ കുട്ടികളാ, മക്കളാ, ഞങ്ങളെ രക്ഷപ്പെടുള്ളൂ, നിങ്ങൾ രക്ഷപ്പെടൂല. ഇതൊക്കെ പറഞ്ഞ അവരെ പ്രവാചകൻ വിളിച്ചിരുത്തിയിട്ട് പ്രവാചകൻ പറയുന്ന വാചകം എന്താ പറയുന്നത്? അത്ഭുതകരമാണ്. പ്രവാചക തിരുമേനി അവരോട് പറയാണ്, നിങ്ങൾ ജൂതന്മാരാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. ഞാൻ നിങ്ങളെ തല്ലില്ല, ഞങ്ങൾ നിങ്ങളെ തല്ലില്ല, നിങ്ങളുടെ വിശ്വാസം കയ്യൊയ്യാൻ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കില്ല. ക്രിസ്ത്യാനികളോടും പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസവും ആചാരവും നിങ്ങൾക്കുള്ളതാണ്, ഞങ്ങളൊരു വിശ്വാസവും ആചാരവും, ഞങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ നിങ്ങളും നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ഞങ്ങളും ശ്രമിക്കില്ല എന്ന കരാർ. ഇതല്ലേ ഇന്ത്യയിലെ കരാർ? മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്. എന്താ അത്? മൗലിക അവകാശം. എന്താ മൗലിക അവകാശം അറിയുന്നത്? എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ്? മതേതരത്വം ഐസിയുലാണ്. ഇപ്പോ മതേതരത്വം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നറിയോ? ഏതെങ്കിലും ഒരു മതത്തിന് ആധിപത്യം ഉണ്ടാകുക എന്നല്ല. പിന്നെ എന്താണ്? ശരിക്ക് ചിന്തിച്ചോ, നമ്മുടെ സഹിഷ്ണുത നിലനിർത്താനേ ഞാൻ പറയണേ. ഒരു നിങ്ങൾക്കറിയാം, ഹൈന്ദവ മത സമൂഹത്തിൽ ഇപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു വാചകം നിങ്ങൾക്ക് വായിച്ചു കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാചകം നിങ്ങൾക്ക് വായിച്ചു കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്ത്യയെ കണ്ടെത്തൽ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നെഹ്റുജി എഴുതുന്ന ഒരു വാചകമാണ് പേജ് 606, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ 606ാമത്തെ പേജ്. ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടി പറയണേ. ഭൂതകാലത്തെ കുറിച്ചുള്ള അന്ധമായ ഭക്തി ചീത്തയാണ്, അന്ധമായ ദേശീയത ചീത്തയാണ്, അത് അപകടമാണ്. അതാണ് ഹിറ്റ്ലറിന് സംഭവിച്ചത് ജർമ്മനിയിൽ. അത് പാടില്ല നെഹ്റു പറയാം. രണ്ടാമത്തേത്, അതിനോടുള്ള അവജ്ഞയും അങ്ങനെ തന്നെ. ഇത് സ്വന്തം ദേശത്തോടുള്ള കൂറില്ലായ്മയും അങ്ങനെ തന്നെ. ഈ രാജ്യം പോക്കാണ് എന്ന് ഈ രാജ്യത്ത് ജനിച്ച മുസ്ലിം വിചാരിക്കുക, അല്ലെ ഹൈന്ദവൻ വിചാരിക്കുക, ക്രൈസ്തവൻ വിചാരിക്കുക. ഇത് രണ്ടും ശരിയല്ല. ഈ രാജ്യത്തിന്റെ പോയ കാലങ്ങളെ കുറിച്ച് അന്ധമായ ചിന്ത, അത് ചീത്തയാണ്. ഇനി ഈ രാജ്യത്തിന് ഒരു പൈതൃകവും ഇല്ലാന്നോ, അതും ചീത്തയാണ്. എന്നിട്ട് പറയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, അതിനോടുള്ള അവജ്ഞയും അങ്ങനെ തന്നെ. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ടിൽ ഒന്നിനെയും ആസ്പദമാക്കി ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയില്ല. മനോഹരമായ വാക്കാണ്. ഞാന് ഇന്നലെ അദ്ദേഹത്തിന്റെ പുസ്തകം ഓരോ പേജ് മറിച്ചിട്ട് പെട്ടെന്ന് എന്റെ കണ്ണപ്പെട്ടൊരു വാചകമാണ്. സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോ പി പരമേശ്വരൻ വിചാരധാര ഡയറക്ടറാണ്. പി പരമേശ്വരന്റെ ഒരു വാക്കാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ശ്രീ പരമേശ്വരൻ എഴുതുകയാണ്, ഭൂതപ്രേതങ്ങൾ മുതൽ പരബ്രഹ്മം വരെ, കല്ലും മരവും മുതൽ നിരാകാര നിർഗുണ ബ്രഹ്മം വരെ ആരാധിക്കുന്നവരെ ഇന്ത്യ അംഗീകരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം എന്താണ്? പി പരമേശ്വരൻ പറയാണ്, ഭൂതപ്രേതങ്ങൾ മുതൽ പരബ്രഹ്മം വരെ, കല്ലും മരവും മുതൽ നിരാകാര നിർഗുണ ബ്രഹ്മം വരെ ആരാധിക്കുന്നവരെ അത് അംഗീകരിക്കുന്നു. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മാത്രമല്ല, അല്ലാമ ഇക്ബാലിന്റെ പാട്ട് നമ്മുടെ പ്രധാനമന്ത്രി വരെ ഇപ്പോഴത്തെ എല്ലാ കാലത്തെയും അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, ഭാരതത്തിന്റെ രണ്ട് ഉജ്ജ്വലമായ ജ്വലിക്കുന്ന കണ്ണുകളാണ് ഹിന്ദുവും മുസ്ലിമും. ഭാരതത്തിന്റെ രണ്ട് ജ്വലിക്കുന്ന കണ്ണുകളാണ് ഹിന്ദുവും മുസ്ലിമും. മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് ചോദിക്കുകയാണ്, അങ്ങ് ഒന്നാമതായി മുസ്ലിമാണോ ഒന്നാമതായി ഇന്ത്യക്കാരനാണോ? മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞത്, ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു മുസ്ലിമാണ്. അതോടൊപ്പം ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാൻ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യയോടുള്ള കൂറ് പരിപൂർണമാണ്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അതിർത്തി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ പറയുന്നുണ്ട്, നമ്മളൊക്കെ ഈ രാജ്യത്തെ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു 1857 ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം ആദ്യമായിട്ട് ആവിഷ്കരിച്ച ആരാ? ബ്രിട്ടീഷുകാരല്ലേ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ തെറ്റിച്ചത്. നമ്മൾ ഒന്നിച്ച് ജീവിച്ചവരല്ലേ, ഒന്നിച്ച് കിടന്നവരല്ലേ, ഒന്നിച്ചുറങ്ങിയവരല്ലേ. ഈ ഡിവൈഡ് ആൻഡ് റൂളിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 1857 ലഹളം ശ്രദ്ധിച്ചറിയാം. പശുവിന്റെ കൊഴുപ്പ് ഹൈന്ദവർക്ക് പാടില്ലാത്തതാണ്.
നിഷിദ്ധമാണ്. ആ പശുവിന്റെ കൊഴുപ്പും പന്നിയുടെ കൊഴുപ്പും ചേർത്ത് ഉണ്ടയുണ്ടാക്കി, വെടിയുണ്ടുണ്ടാക്കി, എന്നിട്ട് മുസ്ലിമിനോടും ഹിന്ദുവിനോടും കടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തെറ്റിച്ചു. ആര്? ബ്രിട്ടീഷുകാർ. നമ്മൾ തെറ്റിയത് അവിടം കൊണ്ടാണ്. അവിടം കൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. അതായത് ക്രിസ്ത്യാനികൾ വന്നിട്ട് മുഹമ്മദ് നബിയോട് ചോദിച്ചു, മുഹമ്മദേ, നീ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, ആ ദൈവാര, ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് നബി പറയുന്നത്, കുൽ ഹുവല്ലാഹു അഹദ്, പറയുക ദൈവം ഏകനാണ്, പറയുക ദൈവം ഏകനാണ്. അല്ലാഹു അസ്സമദ്, അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാനൊരു വാചകം പറയാം. ആ വാചകം നിങ്ങൾ തൈത്രീയോപനിഷത്തിലെ 8-ാം അധ്യായം 4-ാമത്തെ വചന പറയുന്നത്. ഈ വചനം പറയുമ്പോഴാണ് പറയണേ. ഏത്? ഖുർആൻ പറയുന്നത് കുൽ ഹുവല്ലാഹു അഹദ്, പറയുക മനുഷ്യരുടെ ഒക്കെ ദൈവം ഏകനാണ്. അല്ലാഹു അസ്സമദാണ്. ആരാണ്? ദൈവത്തെ ആരും സംരക്ഷിക്കേണ്ടതില്ല, ദൈവത്തെ ആരും സംരക്ഷിക്കേണ്ടതില്ല, അവന്റെ സംരക്ഷണത്തിനാണ് എല്ലാം. അതാണ് 2-ാമത്തെ വാചകം. ലം യലിദ് വലം യൂലദ്, അവൻ പിതാവല്ല, പുത്രനല്ല, അവൻ ആരുടെയും പുത്രനല്ല, അവൻ ആരുടെയും പിതാവുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായ ഒരാളും തന്നെ ഇല്ല. ഇനി നിങ്ങൾ കേട്ടോളൂ കേട്ടോ, തൈത്തിരീയോപനിഷത്ത് പറയാണ്. ഇതിനേക്കാൾ വേറെ എന്താ പറയാൻ? തൈത്തിരീയോപനിഷത്തിന്റെ 8-4 ഇതിനെ ഭയന്നിട്ടാണ് വായു ചലിക്കുന്നത്, ഇതിനെ ഭയന്നിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്, ഇതിനെ ഭയന്നിട്ട് തന്നെയാണ് അഗ്നിയും ഇന്ദ്രനും പഞ്ചാമനായ മൃത്യുവും അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. എനിക്ക് കേട്ടോളൂ നിങ്ങൾ, തൈത്തിരീയോപനിഷത്ത് പറയാൻ. ശ്വേതശേതരോപനിഷത്തിലെ 4-ാം അധ്യായം 12-ാമത്തെ ശ്ലോകം പറയുന്നത്. അതിന്റെ അർത്ഥം കേട്ടോളൂ നിങ്ങൾ. ഇന്ദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയവർ ദൈവശക്തികളാണ് എന്ന് ഉപനിഷത്ത് തീർത്തു പറയാൻ. ശ്വേതശേതരോപനിഷത്തിന്റെ 4-12 ഇവരൊക്കെ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നു. എങ്കിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഇവർക്കെല്ലാം ദൈവത്തിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ ആലോചിച്ചു. ഞാനൊരു മുസ്ലിം ദൈവത്തെ അല്ല ഇവിടെ പറയണേ, ഒരു ഹിന്ദു ദൈവത്തെ അല്ലേ പറയണം, മനുഷ്യന്റെ ദൈവം. അപ്പൊ ഖുർആനിലെ അവസാനത്തെ അധ്യായം എന്താ പറയുക നിങ്ങള്? കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ച ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. എനിക്ക് നിങ്ങളെ കിട്ടുമ്പോൾ നല്ലൊരു വേദിയാണ് നമ്മൾ ഒന്നാകാൻ. എന്നെ കാണുമ്പോൾ ഇനി നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയണം, എന്നെ കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ കഴിയണം, ചുവന്ന ചരട് കെട്ടിയ ഒരാളെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ കഴിയണം. അതിന് കഴിയണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അതെന്താ അറിയുങ്ങള്? നമ്മൾ ഒന്നാണ് എന്ന വസ്തുത, നമ്മുടെ ദൈവം ഒന്നാണെന്ന വസ്തുത, നമ്മളൊരു സൃഷ്ടാവിന്റെ അടിമകളാണെന്ന വസ്തുത. ഗർവാപസി പറഞ്ഞല്ലോ ഞാൻ നേരത്തെ. അവിടെയാണ് നമ്മൾ ഈ വാചകങ്ങളെ നോക്കിയ നിങ്ങൾ. ഇതിനെ ആ വാചകം തന്നെ എന്താ? ത്വമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ദൈവതം പതിംപദീന പരമം പരസ്താദ് വിജാമദേവം ഭുവനേശ്വരം. ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളോട്. ഖുർആന്റെ 2-ാം അധ്യായം 213-ാമത്തെ വാചകം നിങ്ങൾ വായിക്കണം. നിങ്ങൾക്കൊക്കെ ഖുർആൻ കിട്ടും. നിങ്ങൾ ഖുർആൻ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരും. ഖുർആനിൽ മനുഷ്യത്വത്തിന് നിലക്കാത്ത ഒറ്റ വാചകമാണ്. ഞാൻ പഠിച്ചിട്ടാ പറയണ നിങ്ങളോട്. ഖുർആനിൽ മനുഷ്യത്വത്തിന് നിലക്കാത്ത ഒറ്റ വാചകമില്ല. നിങ്ങൾ വായിച്ചാൽ മതി. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് വായിക്കരുത്. അത് ഒരു വേദത്തെയും വായിക്കരുത്. ഒരു വേദത്തെയും അങ്ങനെ വ്യാഖ്യാനിക്കരുത്. വേദഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലെ വേദഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാവൂ. വേദഗ്രന്ഥത്തിന്റെ വാചകങ്ങൾ അവതരിച്ച കാലഘട്ടത്തിൽ എന്താണോ അത് ഉൾക്കൊള്ളുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം മഹാഭാരത യുദ്ധം. ആ യുദ്ധം നടക്കുമ്പോ അർജുനൻ എന്താ പറയണേ? അർജുനൻ പറയുന്നത് സ്വജനങ്ങളെ ഞാൻ കൊല്ലൂല. ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, ഞാൻ കൊല്ലില്ല കൃഷ്ണ, അവരെ സ്വജനങ്ങളെ കൊല്ല എനിക്ക് വയ്യ. സത്യത്തിൽ ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താ? ഹദോവാ പ്രാപ്സസി സ്വർഗം ജിതോവാ മോക്ഷസ്യേ മഹീം തസ്മാ ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 30-ാമത്തെ ശ്ലോക. അതിൽ പറയുന്നത് അറിയോ? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പന്നിയായി ജനിക്കും, ചണ്ടാലനാകും, നായിയാകും എന്നല്ല. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകാം. ഹദോവ പ്രാപ്സസി സ്വർഗം, സ്വർഗണ്ട് ശ്രീകൃഷ്ണ പറയണേ. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം. സ്വർഗണ്ട് എന്ന് ഋഗ്വേദം പറയുന്നുണ്ട്, യജുർവേദം പറയുന്നുണ്ട്, സാമവേദം പറയുന്നുണ്ട്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ശരിക്കും ചിന്തിക്കാനാ ഞാൻ പറയുന്നത്. നമ്മൾ ശരിക്കും ആലോചിക്കാൻ. നമ്മള് ഉദാഹരണം, പ്രവാചകന്റെ പള്ളിയിൽ മുസ്ലിം അല്ലാത്ത ഒരാറാബി മൂത്രയിച്ചു.
മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ പള്ളിയിൽ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. പ്രവാചകനും അനുചരന്മാരും പള്ളിയിൽ ഉണ്ടായിരിക്കെ ഒരു ആറാബി പള്ളിയിൽ മൂത്രയിക്കുകയാണ്. പള്ളിയിൽ മൂത്രയിച്ചപ്പോ അനുയായികൾ ദേഷ്യം പിടിച്ചു. അയാൾ അടിക്കാനും പിടിക്കാനൊക്കെ ബഹളം ഉണ്ടാക്കി വന്നപ്പോ പ്രവാചകൻ പറഞ്ഞു, സ്റ്റോപ്പ്, അരുത്, അയാൾ മൂത്രയിക്കട്ടെ, അയാളെ മൂത്രം മുറിച്ച് കളയരുത്. സാധാരണ മൂത്രയിക്കും ആരുടാന്ന് വെച്ചാൽ പ്രവാചകന്റെ വാക്കെന്നറിയോ? പള്ളി ആയിക്കോട്ടെ, ആരാധനാലായിക്കോട്ടെ, ചെയ്യുന്നത് തെറ്റായിക്കോട്ടെ, മൂത്രയിക്കാൻ നിങ്ങൾ അവൻ അനുവദിക്കണം. അയാൾ മൂത്രയിക്കട്ടെ. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, എവിടെയാ മൂത്രയിക്കണേ? ഒരാരാധനാലയത്തിന്റെ പവിത്രമായ ഉള്ളിൽ കയറിയാണ് മൂത്രയിക്കണേ. ഇത് ചരിത്രമാണ്, നിങ്ങൾ പഠിക്കണം. മൂത്രയിച്ചപ്പോ പ്രവാചകൻ എന്താ പറയണേ? മൂത്രയിക്കട്ടെ. മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ അനുചരന്മാരെ വിളിച്ചിട്ട് പറയാണ്, അതെ, ആ മൂത്രം വെള്ളം ഉപയോഗിച്ച് കഴുകിയ വൃത്തിയാവും. ചോര ഉപയോഗിച്ചല്ല കഴുകേണ്ടത്. ചിന്തിക്കണേ, അവനെ കൊന്നിട്ട് വർഗീയതയുടെ ചോര ഉപയോഗിച്ചല്ല കൊല്ലേണ്ടത്. പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് മൂത്രം കഴുകല. കാഷ്ടവും മൂത്രവും പച്ചവെള്ളം കൊണ്ടാ കഴുകാൻ പറ്റുക. അത് രക്തം കൊണ്ടല്ല കഴുകേണ്ടത്. അല്ല, വല്ലാത്തൊരു തത്വം. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ മനുഷ്യന്മാർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായ ഒരാളാണ്. മനുഷ്യന്മാർക്ക് വേണ്ടി കൊല്ലപ്പെടേണ്ടി വന്നാൽ മരിക്കാനും ഞാൻ ആത്മാർത്ഥമായിട്ട് കൊണ്ട്. പ്രവാചകൻ എന്താ പറയണേ? വെള്ളം കൊണ്ട് ആ മൂത്രം കഴുകി ശുദ്ധിയാക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല. ഓനെ തല്ലണ്ട, ഓന്റെ വർഗത്തിലേക്ക് ചെല്ലണ്ട, ഓനെ കൊല്ലാൻ ചെല്ലണ്ട. എന്നിട്ട് പ്രവാചകൻ എന്താ ചെയ്തത്? അതോടെ മനസ്സിലായിക്കോളി. ആ മൂത്രയിച്ച കക്ഷി ഇങ്ങനെ വിളിച്ചിട്ട് ഷോൾഡർ ഇങ്ങനെ കൈവച്ച് സ്നേഹത്തോടുകൂടി അപ്പുറത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടടിച്ചു വെച്ചു. അല്ല, എന്താ ചിന്തിക്കാത്തത്? മറ്റൊരാരാധനാലയത്തിൽ കയറി മൂത്രയിച്ച് അവർക്ക് ദേഷ്യം പിടിക്കൂലേ? അവര് ദേഷ്യം പിടിച്ചതിന് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഏതൊരു ആരാധനാലയത്തിൽ മറുഭാഗത്തുള്ള മൂത്രയിച്ചവർക്ക് ദേഷ്യം പിടിക്കൂലേ? ഇത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഇടമല്ലേ? ദൈവത്തിന്റെ മുമ്പിൽ നെറ്റി വെക്കുന്ന ഒരു സ്ഥലമല്ലേ? ഇവിടെ മൂത്രയിക്കാൻ പാടില്ല എന്ന് എനിക്ക് ചിന്തിച്ചാ മനസ്സിലാവൂലേ എന്ന് ചോദിക്കാണ് സ്നേഹത്തില്. അപ്പൊ അയാൾക്കത് മനസ്സ് തട്ടി. അപ്പൊ അയാൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ അമ്മമാരോട്, എനിക്കറിയാം, അറവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ ഒരമ്മ എന്റെ കൂടെ ഓടി എന്റെ വാഹനത്തിൽ കയറി. അതിന് സാക്ഷ്യം വഹിച്ച ചിലരെങ്കിലും ഇവിടെയുണ്ട്. എന്റെ വാഹനത്തിൽ അമ്മ ഓടിക്കേറി. എന്നിട്ട് അമ്മ എന്നോട് പറയാണ്, മോനെ, ഇനി ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എനിക്ക് വേഗം മനസ്സിലായ അമ്മ ഒറ്റപ്പെട്ടെവിടെയോ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, 250 അച്ഛനമ്മമാരുണ്ട് ഓച്ചിറ ക്ഷേത്രത്തില്. ഞാൻ കണക്കെടുത്തിട്ട് പറയാനുള്ളത്, അച്ഛനെയും അമ്മനെയും മക്കള് ഉപേക്ഷിച്ചതിന്. പുത്രൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയോ എപ്പോഴെങ്കിലും? മോനെ പുത്ര. പുത്രൻ എന്ന സംസ്കൃത പദത്തിന്റെ പും എന്ന നരകത്തിൽ നിന്ന് അച്ഛനെ ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. അച്ഛന്റെ മാത്രം എന്താ, അമ്മയുടെ മാത്രം എന്താ അറിഞ്ഞിട്ടുണ്ടോ നമ്മള്? ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങാണ്. അച്ഛനും അമ്മ എന്ന വിഷയം ഞാൻ അവസാനം പറയും. ഒരു 5 മിനിറ്റ് ആണെങ്കിലും ഹൃദയത്തിൽ നിങ്ങൾ വെക്കണം. അത് ആരാ അച്ഛൻ, ആരാ അമ്മ? ഒരു വൃദ്ധസദനത്തിലും ആ പവിത്രതയെ കൊണ്ടുപോയി വെക്കരുത് കേട്ടോ. നമുക്ക് ജന്മം നൽകിയ ഗർഭപാത്രത്തെ എന്ത് സേവനം ചെയ്താലും അധികമല്ല സുഹൃത്തുക്കളെ, അധികമല്ല. ഇനി കേട്ടോളൂ, പ്രവാചക തിരുമേനി പള്ളിയിൽ മൂത്രയിച്ച മനുഷ്യനെ സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കും. വളരെ സ്നേഹത്തോടുകൂടി. അപ്പൊ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എന്താ അറിയാം നിങ്ങള്? ആ മനുഷ്യൻ, എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയ പ്രവാചകന് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കണമേ, എന്നോട് മാന്യതക്കേട് കാണിച്ചവരോട് നീ മോശമായി പെരുമാറണേ. ഞാൻ പറയുന്നത് പള്ളിയിൽ പോലും മൂത്രയിച്ചിട്ട്. ഇനി ഞാനൊരു തമാശയല്ല, ഗൗരവമായിട്ട് ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ മുസ്ലിം മൂത്രയിച്ച പിന്നെ മൂത്രയിക്കാൻ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാവുമോ? അത് അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കണേ? അമ്പലത്തിനൊരു മുസ്ലിം കയറി എന്തെങ്കിലും ഒരു അബദ്ധവനെ പറ്റി, നമ്മൾ ഓനെ കൊല്ലുകയെ, വെറുതെ വിടിയെ, സ്നേഹിക്കുക. എന്താ നമ്മൾ ചെയ്യാൻ പോണേ? എന്താ നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോണേ? ആലോചിക്കുക, എന്തിന്റെ പേരിൽ? എന്നിട്ട് പടച്ചോനെ ഇഷ്ടപ്പെടുക. അത് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന് വേറൊരുത്തനെ കൊല്ലുന്നതാണോ ഇഷ്ടം? എങ്കിൽ ആ ഈശ്വരനെ നമുക്ക് വേണ്ട. വേണോ? ഹിന്ദുവിനെ കൊന്നാ സന്തോഷിക്കുന്ന ഒരു അള്ളാഹു വേണോ? മുസ്ലിങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ട. വേണോ? നമുക്ക് ആർക്കെങ്കിലും വേണോ? അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വൈറ്റില എന്ന് പറയുന്ന സ്ഥലമുണ്ട്, എറണാകുളം. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവമാണ്. വൈറ്റില എന്ന് MA യൂസുഫലി സാഹിബ് നിർമ്മിച്ചിട്ടുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ടാവും. ആ ഹൈവേ ഉണ്ടല്ലോ, ആ ബൈപ്പാസ്, അതിൽ ചക്കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ കാണാം, റൈറ്റ് സൈഡിൽ വലിയ ആർച്ചിൽ ഒരു ചർച്ച്, ഒരു വലിയ ചർച്ച്. ആ ചർച്ചിലെ പള്ളിയിലച്ഛനുമായി ഞാൻ നിരന്തരമായി സംസാരിക്കാറുണ്ട്. എന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. അന്ന്, ഇപ്പോഴല്ല. ആ പള്ളിയിലച്ഛനോട് ഞാൻ കാര്യങ്ങൾ വകതിരിച്ച് ചോദിക്കുമായിരുന്നു. ഒരിക്കലും ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ഈ പ്രതിമയില്ലേ, ഈ യേശുക്രിസ്തുവിന്റെയും കന്യാമറിയമിന്റെയും പ്രതിമ, ഈ പ്രതിമ മനുഷ്യർക്കിടയിൽ കലാപുണ്ടാക്കി. ഈ പ്രതിമ മനുഷ്യരെ തെറ്റിച്ചു. അച്ഛോ, ഈ പ്രതിമ വെക്കാൻ ബൈബിൾ പറഞ്ഞില്ല.
എന്ന് ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നീ എന്താ ഈ പറയുന്നേ? എനിക്ക് മനസ്സിലാവണില്ല, നീ എന്താ പറയണേ? ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ ലോകത്ത് ഏതെങ്കിലും മസ്ജിദിലുണ്ടോ അച്ഛോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇല്ല. മോനെ കേട്ടിട്ടില്ല? ഭയങ്കര പോയിന്റാ പറയുന്നത്. ലോകത്തെ ഒരു പള്ളിയിലും, ഒരു മുസ്ലിം പള്ളിയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമല്ല. അതില്ല എന്നുള്ളതുകൊണ്ട് എന്താ മെച്ചം, എന്താ ഗുണം? അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുഹമ്മദ് നബിയുടെ പ്രതിമ ഹൈന്ദവർ നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ക്രൈസ്തവർ നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ജൂതന്മാരെ നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ജൂതനും മുസ്ലിമും തമ്മിൽ അതിന്റെ പേരിൽ തല്ലിയോ? ഇല്ല. ഇല്ല. ഹിന്ദു ഒരു മുസ്ലിമിന്റെ പള്ളിയിൽ കയറി മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തിട്ട് ഹിന്ദു മുസ്ലിം തല്ലിയോ? ഇല്ല. അപ്പൊ മുഹമ്മദ് നബിയുടെ പ്രതിമയില്ലായ്മ വർഗീയ കലാപല്ലാതാക്കി. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം പരിചയപ്പെടുത്തിയില്ലേ ഞാൻ? ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ അദ്ദേഹം പറയാണ്, ബിംബം വെച്ചുള്ള ആരാധനയ്ക്ക് 16 ദൂഷ്യമുണ്ട്, അത് മനുഷ്യർക്കിടയിൽ കലാപുണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ, വേദഗ്രന്ഥം നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ചൊരു ക്രിസ്തീയ വിശ്വാസിയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാചകം വായിച്ചിട്ടില്ലേ? പുറപ്പാടിലെ 1 മുതൽ 6 വരെയുള്ള വാചകം വായിച്ചിട്ടില്ലേ എന്ന് വായിച്ചിട്ടില്ലേ ചോദിച്ചപ്പോ അവർ പറഞ്ഞു, അതെ. എന്തായാലും ഉള്ളത്, മിസ്രയീം ദേശത്തു നിന്നും അതുപോലെ തന്നെ അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ഞാൻ ചോദിച്ചു, ബൈബിളിൽ ഈ വാചകല്ലേ? ഉണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ ശ്ലോകത്തിൽ ബിംബം പാടില്ല എന്നില്ലേ? ഇല്ലേ? ഉണ്ട്. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ ഞാനുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും മുരകവർഗത്തിന്റെയും ആകാശത്തിലെ പറവകളുടെയും ഒരു രൂപം ഉണ്ടാക്കി ദൂഷിതനാകരുത്. മദ്യപിക്കരുത് എന്ന് വേദത്തിലുണ്ട്, വ്യഭിചരിക്കരുത് എന്ന് വേദത്തിലുണ്ട്, ബിംബം നിർമ്മിക്കരുത് എന്നും വേദത്തിലുണ്ട്. പക്ഷെ നമ്മൾ മദ്യപിച്ചപ്പോ സീറോസിസ് ഉണ്ടായി, കരൽ രോഗം ഉണ്ടായി, വ്യഭിചരിച്ചപ്പോ എയ്ഡ്സ് ഉണ്ടായി, എബോള ഉണ്ടായി, സിഫിലിസ് ഉണ്ടായി. ബിംബം നിർമ്മിക്കരുത് എന്നും അതിന്റെ കൂടെയാ പറയുന്നത്. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കൂടെയാണ് ബിംബം നിർമ്മിക്കരുത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ ചിന്തയെ ഞങ്ങളോട് പറയുന്നത് സ്വീകരിക്കാൻ തള്ളിക്കളയാം. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ വ്യഭിചരിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് രോഗം ഉണ്ടായി, എയ്ഡ്സ് ഉണ്ടായി, എബോള ഉണ്ടായി. മദ്യപിക്കരുത് എന്ന് ദൈവം പറഞ്ഞു, നമ്മൾ കേട്ടില്ല, നമ്മൾ മദ്യപിച്ചു. അപ്പൊ നമുക്ക് കരള് കേടുന്നു, ഹാർട്ട് കേടുന്നു, ലെൻസ് കേടുന്നു, രോഗിയായി, ഭാര്യയെ ചവിട്ടേണ്ടി വന്നു, മക്കളെ ചവിട്ടേണ്ടി വന്നു. അതേ കൂട്ടത്തിൽ ദൈവം എണ്ണി പറയാ ബിംബം ഉണ്ടാക്കരുത്. അപ്പൊ അതിനെന്തോ ഒരു ദോഷം ഉണ്ടാവണല്ലോ ഈശ്വരൻ പറയണമെങ്കിൽ. ഞാൻ നിങ്ങൾ കേനോമനിഷത്ത് കണ്ടിട്ടുണ്ടാവും. എന്റെ കൂടെ പഠിച്ച രാകേഷിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, രാകേഷിന്റെ വീട്ടിൽ ഞാൻ ചെല്ലുകയാണ്, യാദൃശ്ചികം, എത്രയോ പഞ്ചാബിലാണ്, പട്ടാളത്തിലാണ് എന്റെ രാകേഷ്. എന്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ച എന്റെ നേരെ വലതു ഭാഗത്ത് രാമൻ എന്ന് പേരുള്ള ഒരു സാധാരണക്കാരനായിരുന്നു. എന്റെ തൊട്ടുപുറത്ത് ബാലനായിരുന്നു, അതിന്റെ അപ്പുറത്ത് രാഹുലായിരുന്നു. ഇവരൊക്കെ കൂടെ പഠിച്ചാളാ ഞാൻ ഡിഗ്രി വരെ. ഇന്നും അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം മുസ്ലിങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ. സഹോദരാ, ഞാൻ ഗൗരവമായി പറയണം. ഞാനിങ്ങനെ അവന്റെ വീട്ടിൽ ചെന്നപ്പോ പൂജാമുറിയിൽ അവനൊരു ബിംബത്തെ നാട്ടി വെച്ചപ്പോ ഞാൻ ചോദിച്ചു, രാകേഷ്, ആ കാണുന്നത് ചതുർവേദല്ലേ? യജുർവേദ, നീ അത് എടുക്കുക. അപ്പൊ അവൻ എന്നോട് ചോദിക്കുകയാണ്, മുജാഹിദ്, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ കാര്യം? നിനക്ക് എന്തിനാ യജുർവേദം എന്നാണ് ചോദിക്കണേ. ഞാൻ പറഞ്ഞു, നീ യജുർവേദം എടുക്കുക, ഞാൻ പറഞ്ഞുതരാം. യജുർവേദം എടുത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ 32-ാമത്തെ അധ്യായം എടുത്തോ, 32-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം എടുത്തോ. അപ്പൊ അവൻ എടുത്തിട്ട് എനിക്ക് വായിച്ചിരിയ, ദൈവത്തിന് പ്രതിമയില്ല. അവൻ ഞാൻ ചോദിച്ചു, ഇതെന്താ രാകേഷ്, ഇതെന്താ രാകേഷ്, പ്രതിമ പാടില്ല എന്നാ പറഞ്ഞു. ഞാനില്ല. ഒറീസയിൽ കലാപുണ്ടായി. ഒറീസയിൽ കലാപുണ്ടായപ്പോൾ അവിടെ നടന്ന വേറൊരു കാര്യം എന്താ? യേശുക്രിസ്തുവിന്റെ പ്രതിമ നശിപ്പിക്കപ്പെട്ടു. അപ്പൊ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടായി. ഇനി നിങ്ങൾ അമ്പലത്തിൽ കയറി ഒരു പ്രതിമ നശിപ്പിച്ചാലോ അവിടെ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാവും. നേരെ മറിച്ച് അതില്ലെങ്കിലോ ആ പ്രശ്നമില്ല. വേദഗ്രന്ഥങ്ങൾ കേനോപനിഷത്തിന്റെ പ്രഥമ വല്ലിയിലെ 6-7 ശ്ലോക. അതിന്റെ അർത്ഥം എന്താണെന്നറിയങ്ങള്? ബിംബത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭക്തവത്സനായ മാധവനോട് പറയണം, മാധവ, ഏതൊരു പ്രതിമയുടെ മുമ്പിൽ നീ കൈകൂപ്പി നിൽക്കുന്നുവോ അത് നിന്റെ സാക്ഷാൽ ഈശ്വരനല്ല, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ, നിന്റെ കണ്ണിന് കാണാനാവാത്ത
ലോകത്തിന്റെ നാഥനെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെയൊക്കെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായം എന്താ പറയുന്നത്? അന്നാസ്, മനുഷ്യർ. അതിൽ പറയുന്നത് എന്താ അറിയോ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ നാഥ ഞങ്ങളെ രക്ഷിക്കണേ. കണ്ടോ, ഗുരുവായൂരപ്പ, പിശാരിക്കാവിലമ്മേ എന്നൊക്കെ നമ്മൾ വിളിക്കും. അതിനൊരു സങ്കുചിതമുണ്ട്. നേരെ മറിച്ച് ലോകത്തിന്റെ നാഥ, മനുഷ്യരുടെ ദൈവമേ, സർവ്വചരാചരങ്ങളുടെ ദൈവമേ, നെൽച്ചെടിയുടെയും മാൽച്ചെടിയുടെയും ദൈവമേ, സൂര്യന്റെയും ചന്ദ്രന്റെയും ദൈവമേ എന്ന് പറഞ്ഞാലോ അതിലൊരു വർഗീയതയില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നാകാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരെ ആരാധിക്കുന്നു എന്ന പഠനമാണ്. നമ്മൾ ആരെ ആരാധിക്കുന്നു? നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമ്മളെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ ഖുർആൻ അതാ പറയുന്നു. അതാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്. അത് സ്വീകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യാം. ഏത് ആദർശത്തെയും സ്വീകരിക്കാം. ഇനി എനിക്ക് നിങ്ങളോട് അവസാനമായി ഒന്ന് രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കാൻ, ഈ ക്ഷേത്ര ഉത്സവത്തിന് നിങ്ങൾ ഒരുപാട് പണം ചെലവഴിക്കുന്നു, ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുന്നു. ആ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഈ ക്ഷേത്ര സമ്മേളനം കഴിയുമ്പോൾ ഈ നാട്ടിൽ സാംസ്കാരികമായി എന്ത് പുരോഗതി ഉണ്ടായി എന്ന് ഗൗരവമായി ഇനി വിലയിരുത്തണം. ഞാൻ ചോദിക്കുന്നത്, ഈ ക്ഷേത്ര ഉത്സവം കഴിയുമ്പോൾ 5 ആളുകൾ മദ്യപാനം നിർത്തുവോ? എങ്കിൽ ഈ ക്ഷേത്ര ഉത്സവം നിങ്ങൾക്ക് വിജയമാണ്. 5 ആളുകൾ വ്യഭിചാരം നിർത്തുവോ? വർഗീയ ചിന്തയുള്ളവരത് മാറ്റിവെക്കുവോ? എങ്കിൽ ഇതൊക്കെ ഉപകാരമാണ്. ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, മുസ്ലിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേർച്ചകൾ നടത്തുന്നത്. വിഴിഞ്ഞം ഉറൂസ്, ഭീമാപള്ളി ഉറൂസ്, അതൊന്നും ഇസ്ലാമികല്ല. അതുകൊണ്ടൊന്നും മനുഷ്യരെ നന്നാക്കാൻ കഴിയില്ല. ഞാൻ ആത്മാർത്ഥമായി, യേശുദാസ് പറഞ്ഞൊരു വാചകം ഞാൻ പറയാൻ നിങ്ങളോട്. യേശുദാസ് പറഞ്ഞു, എന്റെ ഗാനം കൊണ്ട് ലോകത്തിനൊരു നന്മയുണ്ടായില്ല. ഞാൻ വനവാസത്തിന് പോവുകയാണ്, എനിക്ക് കണ്ണുണ്ട്, ഇവിടെ നടക്കുന്ന അധർമ്മം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. പാട്ടുകൊണ്ടൊന്നും മനുഷ്യരെ നന്നാക്കാൻ കഴിയില്ല. ഞാൻ ആത്മാർത്ഥമായി മറ്റൊരു വിഷയങ്ങളോട് പറയാണ്. ഈ അടുത്ത കാലത്ത് ഇന്നലെയൊക്കെയുള്ള പത്ര റിപ്പോർട്ട്, ആത്മഹത്യ ഇന്ത്യയിൽ 3 ഇരട്ടിയാണ് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ മക്കൾ എന്താ മരിക്കുന്നത്? നമ്മുടെ മക്കൾ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ മക്കൾ എന്താ മരിക്കുന്നത്? അച്ഛനമ്മമാര്. ഇപ്പൊ എന്റെ അടുത്ത് എന്റെ അയൽവാസിയായ ഒരു കാർപ്പന്ററായ ബാലകൃഷ്ണേട്ടനുണ്ട്. ബാലകൃഷ്ണേട്ടന്റെ കരച്ചിൽ ഇന്നും എന്റെ കർണപുടങ്ങളിലുണ്ട്. മരിച്ചിട്ടില്ല, ഒറ്റ മോളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മോളുടെ കല്യാണം നിശ്ചയിച്ചു. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഞാൻ ഈ പറയുന്ന പോയിന്റ് ഇവിടെ വിളിക്കുന്ന പെൺകുട്ടികൾ ശരിക്കും ആലോചിക്കണം. അച്ഛനമ്മമാരോട് സ്നേഹമുള്ള മക്കൾ ചിന്തിക്കണം. അത് പറയാൻ എനിക്ക് നിങ്ങൾ അവസരം തരൂ. എന്റെ നേരെ അയൽവാസിയായിരുന്നു ബാലകൃഷ്ണേട്ടൻ. ഒരു മോള്, ഒരു മോന്. മോളെ ഏറ്റവും പൊന്നുപോലെ വളർത്തി, അങ്ങേയറ്റം സ്നേഹിച്ചു വളർത്തി, അങ്ങേയറ്റം. അങ്ങനെ സ്നേഹിച്ചു വളർത്തി. ഇവർക്ക് ഒരു പ്രപ്പോസൽ വന്നു, കല്യാണം ആലോചിച്ചു, ഡേറ്റ് ഫിക്സ് ചെയ്തു, പന്തലിട്ടു, എല്ലാം ഉണ്ടായി. നിങ്ങൾ ഒന്നാലോചിക്കണം, ആ കുട്ടി ഏതോ ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ചിരുന്നു. അത് അവൾ അച്ഛനോട് പറഞ്ഞില്ല, അമ്മയോട് പറഞ്ഞില്ല. പാവ അച്ഛൻ, പാവ അമ്മ. നിങ്ങളും ചിന്തിച്ചു നോക്കണേ. മക്കളോടെ ഞാൻ പറയണേ, ഇന്നത്തെ കാലഘട്ടം ലിംഗസമത്വം വാദിക്കുന്ന ഒരാൾ പറയണേ, എന്താ നിങ്ങൾ ആലോചിച്ചോ? ചിന്തിക്കണം. കല്യാണാലോചന വന്ന് വേറൊരു പയ്യനുമായിട്ട് അവള് സമ്മതിക്കുകയാണ്. അച്ഛന്റെ ഇഷ്ടം സമ്മതിക്കുക. അവൾ ഒന്നും പറയുന്നില്ല. എനിക്ക് കാമുകനുണ്ടെന്നോ ഒന്നും അവള് പറയുന്നില്ല. അച്ഛൻ എല്ലാരെയും കല്യാണത്തിന് ക്ഷണിച്ചു, ഡേറ്റ് ഫിക്സ് ചെയ്തു, കൊടുത്തു, എല്ലാരെയും ക്ഷണിച്ചു, പന്തലിട്ടു. തലേ ദിവസം കല്യാണത്തിന്റെ തലേ ദിവസം, ആ തലേ ദിവസം നോക്കി നിൽക്കെ സകല ആഭരണവും അണിഞ്ഞ് മറ്റൊരു പയ്യന്റെ കൂടെ 2 വീലറിൽ അച്ഛനെ അമ്മയും ചതിച്ചവള് പോയി. ഞാൻ നിങ്ങളോട് പറയുന്നത്, വളരെ ഗൗരവമായി പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ? അച്ഛനമ്മമാരെ, ബാപ്പ ഉമ്മമാരെ ചതിക്കുന്ന മക്കൾ വർദ്ധിച്ചു വരുന്നു. അച്ഛന്റെ സ്ഥാനം, അമ്മയുടെ സ്ഥാനം. കാരണം അവൾക്ക് ഒരു കല്യാണാലോചന അവൾക്ക് പറയാമായിരുന്നു, എന്ത് അച്ഛാ, എനിക്ക് വേറൊരു ഇഷ്ടം, അച്ഛൻ നിന്ദനാകരുത്. അച്ഛൻ നാണം കെട്ടു, മാനം കെട്ടു. അച്ഛൻ നാണം കെട്ടാലും മാനം കെട്ടാലും 22 വയസ്സുവരെ എന്നെ വളർത്തിയ അച്ഛനെ ദുഃഖിപ്പിച്ചാലും 2 മാസം കണ്ട കാമുകന്റെ കൂടെ ഒളിച്ചോടണം എന്ന് വിചാരിക്കുന്ന നമ്മുടെ മക്കളുടെ വളർച്ച നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യണം. അതാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധത്തെ കുറിച്ച് ആലോചിക്കണം. ലോകത്തിലെ ഏറ്റവും പവിത്രമായ ബന്ധം മാതൃപിതൃ ബന്ധമാണ്. പ്രവാചക തിരുമേനി ഒരു യുദ്ധരംഗത്ത് നിന്ന് ഒരു മനുഷ്യനെ പറഞ്ഞേക്കാൻ, പ്രായം ചെന്ന അച്ഛനും അമ്മയുണ്ടോ, ആ പ്രായം ചെന്ന അച്ഛനും അമ്മയും ആദരിക്കണം, ബഹുമാനിക്കണം. അവിടെ ചെന്നിട്ടാണ് നിന്റെ ജിഹാദ്. അവരെ സംരക്ഷിക്കലാണ് ജിഹാദ്. പ്രവാചകന്റെ വചനം തന്നെ അച്ഛനമ്മമാരുടെ വെറുപ്പിലാണ് ദൈവത്തിന്റെ വെറുപ്പ്. അച്ഛനും അമ്മയും മറ്റൊരു മതത്തിലും മകന് ഇസ്ലാമിലാണെങ്കിൽ പോലും മരിക്കുന്നവരെ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. മരിക്കുന്നവരെ ഒരു കാരണവശാലും, അമ്മ ബൗദ്ധ വിശ്വാസിയാണെങ്കിൽ അവരെ തല്ലാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല, അവരെ വിശ്വാസം തിരിച്ചു പോരാൻ നിർബന്ധിക്കാൻ പാടില്ല, മതത്തിൽ ഒരു നിലക്കും നിർബന്ധമില്ല, അവരാരെയും ആക്രമിക്കരുത്.
അത്ര പ്രാധാന്യം അമ്മക്കുണ്ട്, അച്ഛനുണ്ട്, മാതാവിനുണ്ട്. ഞാനിവിടെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ മറ്റൊരുപാട് പ്രോഗ്രാമുകളുണ്ട്. എനിക്ക് തന്ന സമയം വളരെ അമൂല്യമാണ്. എന്റെ സമയം, വിഷയങ്ങൾ ഒരുപാടുണ്ട്, പറയാൻ സമയമില്ല. പിന്നെ ഒരു കൃത്യമായ ഷെഡ്യൂൾ നമ്മൾ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഏത് മതത്തിൽ വിശ്വസിച്ചോളും, അത് ഓരോരുത്തരുടെ വിഷയം. ഏത് മതത്തിലും വിശ്വസിക്കാം. പക്ഷേ പടച്ചോൻ അവതരിപ്പിച്ച ഒരു മതം, ലോകത്ത് ദൈവം അവതരിപ്പിച്ച ഒരു മതം, സൂര്യനും ചന്ദ്രനും നമ്മുടേതാണെങ്കിൽ, ഈ ഭൂമി നമ്മുടേതാണെങ്കിൽ, അതിന്റെയൊക്കെ എല്ലാ അനുഭവങ്ങളും നമ്മൾ ഒന്നിച്ചാണ് ആസ്വദിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവം മേഘനാണ്. നമ്മൾ ഒരൊറ്റ സമുദായമാണ്, മനുഷ്യരൊക്കെ സമുദായമാണ്. ഇന്നന്നാസ കുല്ലുഹും ഇഖ്വാ, മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്. എന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം, ആദരിക്കാം, ബഹുമാനിക്കാം. എനിക്ക് എന്റെ മതം എത്ര നന്നായി തോന്നുവോ അത്ര